തലയിലൊക്കെ ഇട്ട ചൂടുകൊണ്ട് ചൂട് തലവേദന എടുക്കുക. ചൂട് കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്കാണ് ഈ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ഡെയിലി ഇപ്പോൾ 4-5 നേരം കുളിക്കുകയാണ്. ഈ ചൂടൊന്നും ഒരു ചൂടേയല്ല, ശരിക്കുള്ള ചൂട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏപ്രിൽ മാസം മുതൽ ജൂൺ മാസം വരെയുള്ള കാലയളവിൽ രാജ്യം നേരിടാൻ പോകുന്നത് കനത്ത ചൂട്. നല്ല ചൂടാണ്. പെരും ചൂടോട് നിൽക്കാൻ ഒരു സമാധാനമില്ല. നടന്നു പോരാനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വയ്യ ചൂടുകൊണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭയങ്കരമായിട്ട് ചൂടാണ്. നമുക്കവിടെ പുറത്തിറങ്ങി നടക്കാനും ഞാൻ ഒരാവശ്യങ്ങളൊക്കെ ടൗണിൽ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വരാതിരിക്കാൻ വയ്യ. കാരണം നമ്മളെ കാര്യങ്ങൾ നിർവഹിക്കണ്ടേ. അപ്പോൾ ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കും. സ്ഥിരമായിട്ട് ബൈക്കിനാണ്. പിന്നെ ഷർട്ടൊക്കെ നല്ല ഫുള്ളായിട്ട് മാക്സിമം ചൂടിന് രക്ഷപ്പെടുന്ന മാർഗത്തിലൂടെ നടക്കും. ചൂട് ഭയങ്കര ചൂടാണ്. നിൽക്കാൻ കഴിയണില്ലല്ലോ, പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. കച്ചവടം മോശമാണ് പൊതുവെ ചൂടിൻ്റെ. ഈ കൊടയൊന്നും ഇല്ലാതെ എന്താ നടക്കുന്നത്? കൊടയാണ് നമ്മൾ പയ്യാറ്റ് കൊടുക്കാനല്ലേ. അത് പിടിച്ചുകൊണ്ട് ചാക്കും അവിടെ വലിച്ചുകൊണ്ട് കറ്റൂല. ചൂടൊക്കെ ഉണ്ട്. കഴിഞ്ഞ രാഷ്ട്രീയക്കാലം ചൂടുണ്ടോ? അതുണ്ട്. ഭയങ്കര ചൂടാല്ലേ? ഭയങ്കര ചൂടാ. നല്ല ചൂടാണ്. ട്യൂഷനൊക്കെ പോകാനും എന്താ പറയുക, നല്ല വെയിലാണ്. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് വെയിലുകൊണ്ട്. പെരും ചൂടാണ്. നിൽക്കാൻ രാവിലെ തന്നെ ചൂടാണ്. 8 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ചൂടായി. പിന്നെ വെള്ളം ഇപ്പോൾ നോമ്പായതുകൊണ്ട് കമ്മിയാണ്, കുടി കമ്മിയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളൂ. ഉച്ചക്കൊക്കെ പറഞ്ഞാൽ വണ്ടിമ പോകുമ്പോൾ വരെ നമുക്ക് ചൂടാണ്. കാറ്റടിക്കുന്നത് വരെ ചൂട് കാറ്റാണ്. അപ്പം അത്രയും ഡേഞ്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അധികം പുറത്തിറങ്ങണില്ല. ഇപ്പോൾ ആരും അധികം വീട്ടിൽ തന്നെയാണ്. 90% ആൾക്കാരും വീട്ടിലിരിക്കുകയാണ്. ഇനിയിപ്പോൾ പറയുന്നത് ചൂട് കൂടുമെന്നാണ് പറയുന്നത്. ഇനിയും ചൂട് കൂടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ മരങ്ങൾ വരെ കരിഞ്ഞു പോകുന്ന അവസ്ഥ വരുന്നത്. അത്രയും ഇപ്പോൾ ഈ നേരം ഞാനൊക്കെ ഡെയിലി ഇപ്പോൾ 4-5 നേരം കുളിക്കുകയാണ്. വെള്ളം വെറുതെ പറന്നു കൊടുക്കുകയാണ്. അതായത് വരച്ച് കുളിക്കാമെന്നല്ല പറഞ്ഞത്. അത്രത്തോളം കഠിനമായ ചൂടിലാണ് ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ ദുബായിലൊക്കെ പോയ മാതിരി ദുബായിലൊരു 8-8:30 ആയി കിട്ടിയ ആഴ്ചയിലായിരുന്നു വിചാരിച്ചുകൊടുക്കുന്നത്. പക്ഷേ 8-8:30 മണിയാകുമ്പോഴേക്ക് ഇതേമാതിരി ഷർട്ടുമുണ്ടൊക്കെ തന്നെ വെള്ളത്തിൽ മുക്കിയ മാതിരിയാവും. അതേമാതിരിയാണ് ഇവിടെ 10 മണിയാകുമ്പോഴേക്ക് ഷർട്ടുമുണ്ടാകുന്ന തന്നെ. പിന്നെ നല്ല കൂളിങ്ങാണ്. അത് നനഞ്ഞ് കിട്ടാനാണ് ബുദ്ധിമുട്ട്. 10-10:30 വരെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഷർട്ടുമുണ്ട് അതിലാകെ നനഞ്ഞ് വെള്ളം ഇങ്ങനെ ഒലിച്ചു ശരീരത്തിൽ. അപ്പോൾ വലിയ ചൂടൊന്നും ലേസി മാതിരിയായി. അതാണ് ഇപ്പോഴത്തെ സുഖം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടമഴ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം ഇപ്പോൾ ഇല്ലല്ലേ. അതുകൊണ്ട് മഴ പെയ്താൽ ലേശം ചൂട് കുറഞ്ഞു കിട്ടും. മഴ പെയ്തിട്ടില്ലെങ്കിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കും. ജനങ്ങളെങ്ങനെ ജീവിക്കും എന്നുള്ള അവസ്ഥയ്ക്ക് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. വെയിൽ നല്ല ഓരോ ദിവസം ചൂട് കൂടി വരികയാണ്. സഹിക്കാൻ പറ്റാത്തൊരു വെയിലിൻ്റെ ചൂടാണ്. മഞ്ചേരിയിലെ പൊരി വെയിലത്ത് നിന്നും ക്യാമറ പേഴ്സൺ ഷാനു അരീക്കോടിനൊപ്പം ആര്യ സുരേന്ദ്രൻ, മഞ്ചേരി ഓൺലൈൻ. ഞാൻ പ്രിപ്പയർഡാണ്, കോൺഫിഡന്റ്. നിന്റെ ഓരോ ചലനവും എനിക്ക് അന്നേ അറിയാമായിരുന്നു. Hayless, the baby's got your nose, cheeks and lips. നിന്റെ സോഫ്റ്റ് സ്കിൻ, കെയർ, കംഫർട്ടൊക്കെ ശ്രദ്ധിച്ച് നിന്നെ സംരക്ഷിക്കാൻ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും? നീ ഹെൽത്തിയായി, ഹാപ്പിയായി, സ്വതന്ത്രനായി വളരൂ. ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ. Poppies, full of love.